ചെറുപ്പത്തിൽ എനിക്ക് നഴ്സിംഗൊക്കെ ആ ഫീൽഡിനോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ നേഴ്സാവണമെന്ന് അങ്ങനെ ഒരു തോന്നൽ. പിന്നെ എൻ്റെ കസിൻ സിസ്റ്റർ ഓൾസോ നേഴ്സിംഗാണ് ചെയ്യുന്നത് ഇപ്പം അയർലൻഡിൽ. അപ്പം അങ്ങനെ ഓരോരുത്തർ റെക്കമെൻഡ് ചെയ്ത് എനിക്ക് ആ ഒരു ഫീൽഡിനോട് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് എനിക്ക് പ്ലസ് ടു കഴിഞ്ഞ് ഓൾറെഡി ഇങ്ങനെ ഒരു യൂറോപ്യൻ കൺട്രിയിൽ ഇങ്ങനെ വർക്ക് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്, പഠിക്കണമെന്നും. അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് എൻ്റെ മൈൻഡിൽ തന്നെ പോയത് എല്ലാവരും ചൂസ് ചെയ്യുന്ന പോലെ ജർമ്മനി. പക്ഷേ ജർമ്മനി പഠിച്ച് B2 ലെവൽ അങ്ങനെ പാസ്സായില്ല. 3 വർഷം എടുത്ത് പഠിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ പാസ്സായില്ല. അപ്പം ഞാൻ വേറൊരു കൺട്രി സെലക്ട് ചെയ്തു. അപ്പം പിന്നെ ഞാൻ ജോർജിയ, പോളണ്ട് അങ്ങനെയുള്ള കൺട്രീസ് സെലക്ട് ചെയ്തു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തു അൽബേനിയ. അങ്ങനെയാണ് ഞാൻ അൽബേനിയയിലോട്ട് എത്തണത്. അങ്ങനെ അൽബേനിയ ചൂസ് ചെയ്ത്. പിന്നത്തെ ഒരു ഇതെന്ന് പറയുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം, ഏത് ഇത് വേണം. അങ്ങനെയാണ് ഞാൻ മാഗ്നറ്റ് സ്റ്റഡി അബ്രോഡ് ചൂസ് ചെയ്യണം. മറ്റേ അൽബേനിയയിൽ ഞാനൊരു കൊച്ചിനെ കോൺടാക്ട് ചെയ്തായിരുന്നു. അവിടെ WBയിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ കോൺടാക്ട് ചെയ്തു. അവൾ ഓൾറെഡി ഇവരുടെ ഈ ഏജൻറ്റ് വഴി തന്നെ പോയതാണ്. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഇവർ, കാരണം നമുക്കൊരു ടെൻഷൻ ആയിരിക്കുമല്ലോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ചോദിച്ചപ്പം പറഞ്ഞു അടിപൊളിയാണ്. അവൾ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയതിൽ ഏറ്റവും അടിപൊളിയായിട്ട് അവൾക്ക് തോന്നി. അപ്പോൾ എന്നോട് പറഞ്ഞു നീ എന്തായാലും നോക്കിക്കോ, ഇതൊരു നല്ല ഓപ്ഷനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തു. സംസാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായി, എനിക്കത്ര പറയാനുള്ളൂ. കാരണം ചിലവർ ഇങ്ങനെ നമ്മളൊരുമാതിരി ഇങ്ങനെ എന്താ നമ്മൾ ചെയ്യാൻ വേണ്ടി അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ വാഗ്ദാനങ്ങളൊക്കെ തരും. ഇവരങ്ങനെയായിട്ട് എനിക്ക് തോന്നിയില്ല. ഭയങ്കര നിനക്ക് പറ്റുവാണെങ്കിൽ നീ ഇത് ചെയ്യേ, നിന്റെ പൈസയ്ക്ക് ഇത് ഓക്കെയാണ്, അങ്ങനെയൊക്കെ. ഇതൊന്നും കൂടാണ്ട് അവർ ലാപ്ടോപ്പ് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സ്കീം, അത് അടിപൊളിയാണല്ലോ.